എന്നും യാത്രകളൊക്കെ പോകുന്നത് കൊണ്ട് വലിയ യാത്രയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അത് ചിലപ്പോൾ വൈപ്പിങ്കരയിൽ തന്നെ ആവാം, അല്ലെങ്കിൽ വൈപ്പിങ്കര വിട്ട് എറണാകുളം ഭാഗത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ആകാം, അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തേക്ക് എവിടെയെങ്കിലും ആകാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ കുറച്ച് നൊസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാം. അതുപോലെ ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച നാട്, എൻ്റെ അമ്മയുടെ നാടാണ് ഫോർട്ട് കൊച്ചി. മട്ടാഞ്ചേരിയിലാണ് നമ്മുടെ വീട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മിക്ക സ്ഥലവും എനിക്ക് സുപരിചിതമാണ്. അങ്ങനെ ഏട്ടൻ്റെ കൂടെ പോവാണ് ഞങ്ങൾ. എവിടെ പോകണമെന്ന് പറഞ്ഞാലും അന്നേരം കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴായാലും എന്നെ കൊണ്ടുപോയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. ഈ എവിടെ പോകണം എന്ന് ചോദിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വന്നത് അർത്തുങ്കൽ പള്ളിയാണ്. എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വായിൽ വരാം ഒന്നില്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ അമ്പലം. ഇതേതെങ്കിലും ആയിരിക്കും. കാരണം 18-19 വർഷത്തോളം ഞാനെന്തോ അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു. അവരാണ് ഇന്നത്തെ എൻ്റെ ഈ ജീവിതം എനിക്ക് കൈക്കുമ്പിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. നമ്മൾ അർത്തുങ്കപ്പള്ളിയിലെത്തി. അർത്തുങ്കപ്പള്ളിയിലെ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏട്ടനെവിടെ പോയാലും ക്രിക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു അംശം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അർത്തുങ്കൽ ബീച്ച്, കന്യാകുമാരി അതുപോലുള്ള സ്ഥലത്തൊക്കെ പോകും. ഇച്ചിരി പോകുന്ന നമ്മൾ വന്നിട്ടുള്ള ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ ഒരു നൊസ്റ്റു കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ നൊസ്റ്റു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിവാഹത്തിന് മുന്നേ കണ്ടുമുട്ടിയ ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വന്ന ഒരു സ്ഥലമാണ് അർത്തുങ്കപ്പള്ളി. അപ്പോൾ കാണാനായിട്ട് തിരഞ്ഞെടുത്തത് വല്ലാർപാടും ഇവിടെ വന്നത് അർത്തുങ്കപ്പള്ളിയിലുമാണ്. ചോറ് കഴിക്കാനായിട്ട് എവിടെയാണ്? കമറയും സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അർത്തുങ്കൽ. അപ്പോൾ പള്ളിയിൽ വന്നവർ ഊണ് ടൈമാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഊണ് കഴിക്കാം. നല്ല ഊണാണ്, സൂപ്പർ ഊണ്. ഊണ് കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ വന്നു. നല്ല സൂപ്പർ കറികളും ചോറുകളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഒന്ന് പള്ളിയുടെ വാതിക്കയിൽ വന്നിരുന്നായിരുന്നു. അർത്തുങ്കപ്പള്ളി വരാനുള്ള കാര്യം എന്നാണ് ഇന്നത്തെ തലവേദന ഉള്ളതുകൊണ്ട് അധികം അങ്ങോട്ട് ദൂരേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അർത്തുങ്കപ്പള്ളി ചൂസ് ചെയ്യും. എന്താ ഭംഗി, ഇളം കാറ്റുള്ളൂ. പള്ളിയിലെ ഭംഗി കണ്ടിരിക്കാൻ നല്ല സുഖം. ശരിക്കും എനിക്ക് ഇവിടെ വന്നുകൊണ്ടായിരുന്നില്ല കേട്ടോ താല്പര്യം. വിഷ്ണുമായുടെ അമ്പലങ്ങളിൽ പോകാനാണ് കൂടുതൽ താല്പര്യം. അർത്തുങ്കപ്പള്ളി ഒരു നൊസ്റ്റു കിടപ്പുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ അത് കൊടുക്കാൻ നിർത്തി വന്നാണ്. പിന്നെ ഏട്ടനായിട്ട് എവിടെ പോയാലും ഒടുക്കത്തെ ക്രിക്കറ്റ് കളിക്കുന്നത് ദൂരം ഒടുക്കത്തല്ല കേട്ടോ, നല്ലതാണ് ക്രിക്കറ്റ് കളി. എവിടെ ചെന്നാലും ക്രിക്കറ്റ് കളിയുടെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടാവും. അന്ന് പറഞ്ഞ പോലെ നെക്സ്റ്റ് പുതുക്കാനും ബീച്ച് വരെ പോയതാണ്. അപ്പോൾ അവിടെയും ക്രിക്കറ്റ് കളി പൊളി സൂപ്പർ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചേർത്തലയിൽ അർത്തുങ്കപ്പള്ളിയിൽ എങ്ങനെ കാണാൻ വേണ്ടി ഒരുമിച്ച് ഒരു യാത്ര പോയി കല്യാണത്തിന് മുന്നേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കരമടക്കാൻ വേണ്ടി പോയപ്പോൾ ഏട്ടൻ്റെ നാട് ചേർത്തലയിലാണ്, തൈക്കാട്ടുശ്ശേരിയിലാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു കൂടെ വരാം, ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയ പോക്കിൽ ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നെ വൈകുന്നേരം കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. വീട്ടിലെല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷം സുഖകരമായ യാത്ര. അതുപോലെ ഇന്നത്തെ യാത്രയും സന്തോഷം സുഖകരമായ യാത്രയായിരുന്നു. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം.
അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങളാരും കണ്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഇത്തിരി ഭാഗങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തിടണം. കണ്ടമാനം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളും കൂടി എന്നോട് സഹകരിച്ചാലേ എനിക്ക് ഫുൾ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ മനോഹരത എല്ലാം ആസ്വദിച്ച് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടായ വൈപ്പിലെത്തി. ഓക്കേ.